നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വൈറലായിരിക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ചെകുത്താൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ നെയിം എനിക്ക് അറിയില്ല. ചെകുത്താൻ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ വളരെ കോൺട്രവേഴ്സി ആയിട്ടുള്ള വളരെ എനിക്ക് മോശമായിട്ട് തോന്നിയ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ ഒരു ചെറിയ ഒരു ഷോർട്ട് നോട്ട് ഞാനിപ്പം പറഞ്ഞുതരാം. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, മലയാള സിനിമയിൽ ഇപ്പം മമ്മൂട്ടി മാത്രമേ ഉള്ളൂ. മമ്മൂട്ടി ചിത്രങ്ങൾ മാത്രമാണ് വരയ്ക്കുന്നത്. നന്നായിട്ട് സെലക്ട് ചെയ്യാൻ അറിയാം. അദ്ദേഹത്തിന് ഡ്രസ് സെൻസ് ഉണ്ട്, സംസാരിക്കുന്നത് ഗംഭീരം, അദ്ദേഹം എല്ലാം കൊണ്ട് ഗംഭീരമാണ്. മോഹൻലാൽ വെറും ചാളി അഭിനയമാണ്, വെറും കൂറയാണ് എന്നുള്ള രീതി തന്നെയാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരിക്കലും ഭാഷാ ശൈലിയോട് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ഓരോരുത്തരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, സംസാരിക്കുന്ന രീതി ഓരോരുത്തരുടെയാണ്. ഞാനതൊന്നും ഇതാക്കുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ രീതിയാണ് വെറും കൂതറയാണ്, വളരെ മോശമാണ്, ചളി അഭിനയമാണ്, മോഹൻലാൽ ഫാൻസ് വളരെ മോശമാണ്, വളരെ മോശമായ വാക്കുകൊണ്ടാണ് മോഹൻലാൽ ഫാൻസിനെ പോലും പറഞ്ഞത്. എനിക്കിതിനോട് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. കാരണം കുറേ നാളുകളായിട്ട് നമ്മളിത് കേൾക്കുകയും ഒരു ചാനൽ തുടങ്ങിയപ്പോൾ ഇതിനെ ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത് പറഞ്ഞാൽ, ആദ്യത്തെ കാര്യം പറയാം. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ആദ്യം മമ്മൂട്ടി മാത്രം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, മലയാളം സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എല്ലാ താരങ്ങളുടെയും നല്ല സിനിമകൾ ഉണ്ടാകുമ്പോഴാണ് ആ ഇൻഡസ്ട്രി ഭയങ്കര എനർജി ആകുന്നതും ഇൻഡസ്ട്രി വളരുന്നതും. അങ്ങനെയാണ് ഒരു നടനെ കൊണ്ട് മാത്രമല്ല. ഇപ്പോൾ മമ്മൂട്ടി സെലക്ട് ചെയ്യുന്ന സിനിമകളെല്ലാം നന്നായതുകൊണ്ടും മമ്മൂട്ടി അതിനുവേണ്ടി വളരെ പ്രിപ്പയർഡായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ടും ഒക്കെയാണ് ആ ഒരു ഏജിൽ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും ഗംഭീരമാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രസ് സെൻസിൻ്റെ അദ്ദേഹം പറഞ്ഞ ചെറുത്താൻ പറഞ്ഞതിനോടല്ലേ ഞാൻ യോജിക്കുന്നു. ഡ്രസ് സെൻസ്, അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടത്തില്ല, ഇങ്ങനെയുള്ള സാധനങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങളിൽ വലിയ അഭിപ്രായങ്ങൾ, ചെറിയ ചെറിയ വിവാദങ്ങളാണെങ്കിൽ പോലും അത് അദ്ദേഹം പിന്നെ അതിനെ വലിയ മൈൻഡ് ചെയ്തില്ല. കൃത്യമായിട്ടായിരിക്കും കാര്യങ്ങൾ പഠിച്ചിട്ടായിരിക്കും അതാകുന്നത്. അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇപ്പം മോഹൻലാൽ ഫാൻസ്, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഫാനിൽ പെട്ടതായിരിക്കും. പക്ഷേ നമ്മളൊരു ചാനലിൽ പറയുമ്പം അസഭ്യമായ വാക്കുകൊണ്ട് പറയുമ്പം ഇദ്ദേഹം ചെറുത്താൻ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം സിനിമകൾ അധികം കാണാറില്ല. ഇപ്പോൾ സിനിമകളൊന്നും കാണുന്നില്ല. അദ്ദേഹം പറഞ്ഞു ബ്രഹ്മയുഗമാണോ ബ്രഹ്മപുരമാണോ എന്നൊക്കെ പറഞ്ഞു ഇൻ്റർവ്യൂവിന്, അദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു. അതായത് ഈ സിനിമ പോലും അദ്ദേഹം കണ്ടിട്ടില്ല. ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമ പോലും അദ്ദേഹം കണ്ടിട്ടില്ല. ചുമ്മാതാണ് ആനത്തുനിന്ന് വെച്ച്. അദ്ദേഹം സിനിമകൾ ഇപ്പോഴൊന്നും അധികം കാണുന്നില്ല. കാണാതാണ് ഈ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത്. ഈ കാണാൻ അഭിപ്രായം പറയുമ്പം അത് മോഹൻലാലിനെ നിങ്ങൾ വെറും ഇതാണല്ലോ, വെറും മോശമാണല്ലോ, വെറും ഇതാണ്, തെറി മാത്രമാണ് കൂടുതലും പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഒരു സിനിമ കൊണ്ട് വിലയിരുത്തുന്ന നടനാണോ മോഹൻലാൽ? ഒരു സിനിമ കൊണ്ട് വിലയിരുത്താൻ പറ്റുന്ന നടനാണോ? ഒരിക്കലുമല്ല. ഇപ്പം പലരും മോശമായിട്ട് പറയുമ്പോൾ ബാലുവൻ തുടർച്ചയായിട്ട് ഒരുപാട് ഫ്ലോപ്പുകളുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, നേരിനകത്ത് ആ പറയുന്ന ക്യാരക്ടർ, ആ പറഞ്ഞ വിജയകൃഷ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടർ അതിഗംഭീരമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ആ സിനിമയിൽ അങ്ങനെയാണ്. അതിനകത്ത് എല്ലാവരും പറഞ്ഞു സിദ്ദിഖും അനശ്വരയും ഗംഭീരമാണ്, മോഹൻലാൽ ഗംഭീരമാണ്. അങ്ങനല്ല, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അതാണ്. കാരണം കോടതിയിൽ പ്രശ്നങ്ങളായിട്ട് കയറാത്ത ഒരു വക്കീൽ, ഒന്നും ചെയ്യാനല്ലാത്ത ഒരു വക്കീൽ പെട്ടെന്നൊരു കേസിൽ, ഒരു പ്രമാദമായ കേസ് ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ അഭിനയ സാധ്യതകളും വളരെ സൂക്ഷ്മമായിട്ട് ചെയ്തേക്കുന്ന നടനാണ് മോഹൻലാൽ. നേരെ അതുകൊണ്ട് ഗംഭീരമായൊരു വിജയം നേടുകയും ചെയ്തു. ഈ പറയുന്ന ചേട്ടൻ അറിഞ്ഞിരിക്കേണ്ടത്, ഈ സിനിമ 80 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുകയും കേരള ബോക്സ് ഓഫീസിൽ ബാക്കിയുള്ള പല പ്രമുഖ സിനിമകളെക്കാട്ടിൽ കേരള ബോക്സ് ഓഫീസിൽ തൂക്കിയടിച്ചൊരു സിനിമയാണ്. അന്നേരം മോഹൻലാലിൻ്റെ സിനിമകൾ വിജയിക്കുന്നില്ല എന്ന് പറയാൻ പാടില്ല. പിന്നെ സെലക്ഷൻ, ഞാൻ അതിനെ 100% യോജിക്കുന്നു. സെലക്ഷൻ മോശമാണ്. മോഹൻലാലിൻ്റെ സിനിമ സെലക്ഷൻ വളരെ മോശമാണ്. കാരണം മാറിയും തിരിഞ്ഞ് പണ്ട് സത്യനന്ദിക്കാട് അല്ലെങ്കിൽ പ്രിയദർശൻ, ഇദ്ദേഹം ഇപ്പം ജിത്തു ജോസഫ്, പൃഥ്വിരാജ്, കുറച്ച് അങ്ങനെയുള്ള സ്ഥിരം ആൾക്കാരിലേക്ക് വേണ്ടി മാത്രം പ്രിയദർശനും സത്യനന്ദിക്കാടിനും വീണ്ടും ഡേറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ ഇപ്പം ഈ നമ്മുടെ മലൈക്കോട്ടെ വാലിബനകത്തൊക്കെ ചില അഭിനയ മുഹൂർത്തങ്ങളുള്ള കാര്യങ്ങൾ, ആ സിനിമ മൊത്തത്തിൽ ഫ്ലോപ്പ് ആകുമ്പോൾ നമ്മൾ മൊത്തത്തിൽ അതിനെക്കുറിച്ച് അങ്ങ് തഴയും. പക്ഷേ ചെറിയ ചലനങ്ങൾ, ചെറിയ കാര്യങ്ങൾ ഇന്നും അസാധ്യമാണ്. മോഹൻലാലിൻ്റെ വയറിനെക്കുറിച്ചും മോഹൻലാലിൻ്റെ പൊണ്ണത്തടിയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. മോഹൻലാൽ ഈ പൊണ്ണത്തടി വെച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ ഈ അങ്ങനെ പറയുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ശരീരം വെച്ച് തന്നെയാണ് നരസിംഹം ചെയ്തത്. ഈ ശരീരം വെച്ച് തന്നെയാണ് അദ്ദേഹം രാവണപ്രഭു ചെയ്തത്. ഈ ശരീരം വെച്ച് തന്നെയാണ് അദ്ദേഹം പ്രണയം എന്ന് പറയുന്ന ഗംഭീര സിനിമ ചെയ്തത്. ഈ ശരീരം വെച്ച് തന്നെയാണ് അദ്ദേഹം
തന്മാത്രം പറഞ്ഞ അത്ഭുതമായൊരു സിനിമ, ഗംഭീര സിനിമ, നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന രീതിയിലുള്ളൊരു സിനിമ. അൽഷിമേഴ്സ് എന്ന് പറയുന്നത്, ബ്ലസ്സി എന്ന് പറയുന്ന ഡയറക്ടർ മോശക്കാനല്ല, പക്ഷേ അത് ഫീൽ ചെയ്യിപ്പിക്കണമെങ്കിൽ ഒരു ആക്ടറിനെ കൊണ്ടേ പറ്റൂ. അന്നേരം തന്മാത്ര ചെയ്തത്, അങ്ങനെ നിരവധി ബ്രഹ്മരം പോലുള്ള സിനിമയുടെ ചെയ്തത്. അന്നേരം അദ്ദേഹത്തിന് പറ്റും, അദ്ദേഹത്തിന് വേണ്ടത്, എനിക്ക് തോന്നിയത് ഈ പറഞ്ഞ ചെകുത്താൻ പറഞ്ഞ അഭിപ്രായങ്ങളോട് 100% വിയോജിക്കുന്നു. നല്ല സംവിധായകരെ കിട്ടിയാൽ, പുതുമുഖമായ നല്ല സംവിധായകർക്കിടയിൽ കിട്ടിയാൽ, നല്ല ടാലൻ്റായിട്ടുള്ള സംവിധായകർക്കിടയിൽ കിട്ടിയാൽ മോഹൻലാൽ സംവിധായകരുടെ നടനാണ്. അതായത് ഈ സംവിധാനം എന്ത് പറയുന്നു അതുപോലെ അഭിനയിപ്പിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ 10 മടങ്ങ് 100 മടങ്ങ് അഭിനയിപ്പിക്കുന്ന നടനാണ്, അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്ന നടനാണ്. പക്ഷേ സംവിധായകൻ നന്നാകണം. അന്നേരം അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ നന്നാക്കുക. അല്ല ചെറുത്തൻ പറയുന്നത് പോലെ ഒരാൾ മാത്രം മതി. ഇവരുടെയൊക്കെ സിനിമകൾ കണ്ടാണ് നമ്മൾ സിനിമാ മോഹം വരുന്നത്. മമ്മൂട്ടിയുടെ ഒരു ഗംഭീര സിനിമ ആണെങ്കിൽ ഗംഭീര സിനിമ, മോഹൻലാൽ സിനിമ ആണെങ്കിൽ ഗംഭീരമായ സിനിമ. അതിനെ ഡിഗ്രേഡ് ചെയ്ത്, ഗംഭീര സിനിമ ഡിഗ്രേഡ് ചെയ്യുന്ന ആർക്കും പറ്റത്തില്ല. ഡിഗ്രേഡ് ചെയ്യുന്നവർ മണ്ടന്മാരാണ്. കാരണം നമ്മൾ ഒരാൾ ഡിഗ്രേഡ് ചെയ്ത സിനിമ ഒരിക്കലും പരാജയപ്പെടത്തില്ല. അതിപ്പോൾ ചെറുത്താനായാലും പറഞ്ഞിരിക്കണം, ഒരു സിനിമ മോഹൻലാലിൻ്റെ നല്ലൊരു സിനിമ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരാളെ പറയത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു 10 പേരെ പറയത്തുള്ളൂ. 90% പേരും ഗംഭീരം എന്ന് പറഞ്ഞാൽ പിന്നെ ആ സിനിമ ഗംഭീരമായിരിക്കും. അന്നേരം അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളോ അദ്ദേഹത്തിൻ്റെ വാക്കുകളോ ഒന്നും ഇനി പറയണമെന്ന് പറയാനൊന്നും നമുക്ക് അധികാരമില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു ഇതിനോട് യോജിക്കാൻ 100% അദ്ദേഹത്തിൻ്റെ പറഞ്ഞ കാര്യങ്ങളൊന്നും യോജിക്കാൻ പറ്റില്ല. പകുതി മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങളോട് യോജിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ അത് എങ്ങനെയായിരിക്കും നമുക്കറിയത്തില്ല. പക്ഷേ അദ്ദേഹം 2 അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ. ഈ ഒരു 5-6 കൊല്ലം കൊണ്ടുള്ള വിമർശനങ്ങൾക്കുള്ള മറുപടി ഒറ്റ സിനിമ മതി. ഒരു നല്ല ഗംഭീര അഭിനയ പ്രാധാന്യമുള്ള സിനിമ ചെയ്താൽ, ഒരു ബോക്സ് ഓഫീസിൽ ഒരു മാസൊരു പടവും ചെയ്ത് കഴിഞ്ഞാൽ മോഹൻലാൽ ഈസ് ബാക്ക്. ഓൾറെഡി നേരം എന്ന് പറയുന്ന സിനിമ തെളിയിച്ചാണ്. പക്ഷേ ഇങ്ങനൊരു സിനിമ ചെയ്താൽ അദ്ദേഹം ഉറപ്പായിട്ടും അഭിനയ സാധ്യതയും, എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് പറഞ്ഞത്, അഭിനയ സാധ്യതയും ബോക്സ് ഓഫീസ് വിജയമുള്ള 2 സിനിമകൾ അദ്ദേഹം ചെയ്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ മലയാളത്തിലെ ബോക്സ് ഓഫീസ്, അല്ലെങ്കിൽ മലയാളത്തിലെ വിമർശകർക്കുള്ള മറുപടി. അദ്ദേഹം തെളിയിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാത്ത ഒരാളാണ്. അദ്ദേഹം അത് ബോധേടുമല്ല. പിന്നെ ഇങ്ങനെ പറഞ്ഞേക്കുന്നുണ്ട്, ഇത് മോശമായെന്ന് പറഞ്ഞുകൊണ്ട്, മോശമായ വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞേക്കുന്നുണ്ട് മോഹൻലാൽ ഫാൻസിനെ കുറിച്ച്. ഫാൻസ്, ഇനി അതോടൊരു കാര്യം പറയാം, ഫാൻസ് എന്ന് പറയുന്നത് മമ്മൂട്ടി ഫാനോ മോഹൻലാൽ ഫാനോ അവരാണ് നെടുന്തൂണ്. അറിഞ്ഞിരിക്കുക, ഏത് നടന്മാരും, ഈ 2 നടന്മാരും പറയത്തില്ല മമ്മൂട്ടി ഫാൻസ് പിരിച്ചുവിട്ടു, മോഹൻലാൽ ഫാൻസ് പിരിച്ചുവിട്ടെന്ന് ഒരിക്കലും പറയത്തില്ല. ഫാൻസുകാരാണ് ഇനീഷ്യൽ കളക്ഷന് ഭയങ്കരമായ സപ്പോർട്ട് നൽകുന്നത്. ഒരു നടൻ്റെ ഇനീഷ്യൽ കളക്ഷൻ മാത്രമല്ല, അവർ ചെയ്യുന്ന ചാരിറ്റി, ഇതെല്ലാം കൊണ്ടാണ് അവർ ഫാൻസായി മാറുന്നത്. ഈ ഫാൻസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു മോശം വാക്കുകൾ ഉപയോഗിച്ച് ഫാൻസ് എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ. സിനിമ ഇനീഷ്യൽ കളക്ഷൻ മാത്രം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ആ നടന് കിട്ടുന്ന മൈലേജ് ഭയങ്കരമാണ് ഇനീഷ്യൽ. ഇപ്പോൾ ഫഹദ് ഫാസിലിന് സിനിമ ഓക്കെ, അദ്ദേഹത്തിന് ഫാൻസ് അസോസിയേഷൻ വേണ്ട, പക്ഷേ അദ്ദേഹത്തിന് ഇനീഷ്യൽ കളക്ഷൻ ഇല്ല. നല്ല സിനിമയാണെങ്കിൽ ഓടും, അത് ഓട്ടോമാറ്റിക്കായിട്ട്. അല്ല നോക്കിയാൽ ഇനീഷ്യൽ കളക്ഷൻ എന്തും വേണ്ടി ചാറ്റി പ്രവർത്തനമാണ് ഈ മമ്മൂട്ടി ഫാൻസ് മോഹൻലാൽ ഫാൻസ് ഒക്കെ ചെയ്യുന്നത്. എന്തും വേണ്ടി ചാറ്റി പ്രവർത്തനമാണ്. അതൊന്നും കണ്ടില്ലെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. മോഹൻലാൽ ഫാൻസിനെ കുറിച്ചോ മമ്മൂട്ടി ഫാൻസിനെ കുറിച്ചോ ഒന്നും അറിയാം. അതൊരു രസമാണ്, അതിനെ ആ രീതിയിൽ എടുക്കാൻ പറ്റണം. അതുകൊണ്ട് 100% യോജിക്കുന്നു. എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നതേ ഉള്ളൂ. നിങ്ങളുടെ കമൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും രേഖപ്പെടുത്താം. സെലക്ഷനിൽ ലാസ്റ്റ് ഇത് പറഞ്ഞിട്ടൊന്ന്, സെലക്ഷനിൽ മോഹൻലാൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ, കുറച്ചല്ല വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ചാൽ ഒരു രക്ഷയില്ലാത്ത കഥാപാത്രങ്ങളായിട്ട് അദ്ദേഹത്തിന് വീണ്ടും വിസ്മയിപ്പിക്കാൻ കഴിയും. മമ്മൂട്ടി ഇപ്പം ചെയ്യുന്നത് സെലക്ഷനിലെ ഗംഭീര മികവാണ്. അത് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. ഇത്രയും മാത്രം. നിങ്ങളുടെ കമൻസ്, വിലയേറിയ കമൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും രേഖപ്പെടുത്താം. സൈനിങ് ഓഫ്.